വിവാദ പരാമർശവുമായി MES പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ. പണ്ട് മാറ് മറയ്ക്കാനായിരുന്നു സമരമെങ്കിൽ ഇപ്പോൾ മാറ് കാണിക്കാനാണ് സമരം എന്നാണ് പരാമർശം. ഇവിടെ സമരം നടത്തിയിരുന്ന കുറേ ആൾക്കാർ എന്തിനു വേണ്ടി ഇവർ ചരിത്രം അറിയുന്നവർക്കൊക്കെ സമരം അറിയാം. എന്തിനാണെന്നറിയോ? മറക്കാനായിട്ടുള്ള സമരം. നിങ്ങൾ മറന്നുപോയിട്ടുണ്ട്? ഉണ്ട്. കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ സമരമാണ്. പക്ഷേ ഇപ്പോൾ ഒരു സമരം നടക്കുന്നുണ്ട്. എന്താണെന്നറിയോ? ഒന്ന് പറയൂ, എന്താണ് സമരം? കാണിക്കാനുള്ള സമരം. അത് തന്നെ. അതിൻ്റെ അർത്ഥം അമിതമായിട്ടുള്ള പാശ്ചാത്യവൽക്കരണം വേണ്ട. അപ്പോൾ ആ പാശ്ചാത്യവൽക്കരണം എന്താണ്? ആ പാശ്ചാത്യവൽക്കരണം നിങ്ങളുടെ കുപ്പായത്തിൽ കാണാനുണ്ട്. ഒരു കൂട്ടർ മുഖം മറക്കുമ്പോൾ മറ്റു കൂട്ടർ വേറെ ചിലതൊക്കെ തുറന്നു കാണിക്കാൻ ആഗ്രഹിക്കുന്നു. ആ റീജിത്ത് അങ്ങേയറ്റം മോശമായ രീതിയിലാണ് 90% അധ്യാപികമാർ പങ്കെടുത്ത ഒരു സംഗമവേദിയിലായിരുന്നു ഫസൽ ഗഫൂറിന്റെ ഇത്തരത്തിലുള്ള പരാമർശം. സ്ത്രീവിരുദ്ധ പരാമർശം മാത്രമായിരുന്നില്ല, അതിന്റെ പ്രസംഗത്തിന്റെ ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് ദ്വയാർത്ഥങ്ങൾ അടങ്ങിയ പരാമർശം കൂടി അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പണ്ട് മാറുമറയ്ക്കാനായിരുന്നു സമരമെങ്കിൽ ഇപ്പോൾ പലതും തുറന്നു കാണിക്കാനാണ് സമരം നടത്തുന്നത്. ചില ആളുകൾ മുഖം മറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റു പല ആളുകളും പലതും തുറന്നു കാണിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അതോടൊപ്പം തന്നെ അധ്യാപികമാർ പല ക്യാമ്പുകളിലും പങ്കെടുക്കുന്നുണ്ട്. ക്യാമ്പുകൾ കൂത്തമ്പലമാകരുത്, അവിടെ DJ പാട്ടുകൾ ഉൾപ്പെടെയുള്ളവ വേണ്ട, തൊട്ടുകളിയും ചുറ്റിക്കളിയും ഒന്നും വേണ്ട, അതൊന്നും ശരിയായ ഒരു സമീപനമല്ല എന്ന് തുടങ്ങി ആ പ്രസംഗത്തിന്റെ ആ ഭാഗത്തിലേക്ക് പോകുമ്പോൾ ദ്വയാർത്ഥ പ്രയോഗങ്ങളാണ് ഫസൽ ഗഫൂർ നടത്തുന്നത്. സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഈ പ്രസംഗത്തിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനപ്പെട്ട ഒരു കാര്യം, 90%-ലധികം ആളുകളും വനിതകളായിരുന്നു അവിടെ പങ്കെടുത്തത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ചെറിയ കോഴിക്കാലുകളൊക്കെ കാണിച്ച് ചില ആളുകൾ നടക്കുന്നുണ്ട്. അത് മുജാഹിദുമാരും അല്ലെങ്കിൽ പണ്ഡിതന്മാരൊക്കെ നടക്കുന്നത് പോലെ മുണ്ടുപൊക്കി ട്രൗസർ കാണിച്ച് നടക്കുന്നതായി കരുതാം. പക്ഷേ അതിനപ്പുറം പൊങ്ങാൻ പാടില്ല എന്നൊക്കെ തുടങ്ങി അങ്ങേയറ്റം അശ്ലീലപരമായ, ഒരുപക്ഷെ പുറത്തു പറയാൻ സാധിക്കാത്ത രീതിയിൽ ഫസൽ ഗഫൂറൊക്കെ ഏത് രീതിയിലാണ് ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത് എന്ന് ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പരാമർശമാണ് അവിടെ വന്നിട്ടുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ വനിതകൾ കൂടുതലായിട്ട് പങ്കെടുക്കുന്ന ഒരു വേദി, അധ്യാപികമാരുടെ ഒരു സംഗമം, CBSE അധ്യാപികമാരുടെ സംഘമായിരുന്നു നടന്നിട്ടുള്ളത്. അവിടെയാണ് ഇത്തരത്തിൽ ഈ പാശ്ചാത്യവൽക്കരണത്തിന്റെ ഒക്കെ കാര്യം പറഞ്ഞുകൊണ്ട് ഈ രീതിയിൽ സ്ത്രീകളെ മോശമായി ചിത്രീകരിക്കുന്ന, അവരുടെ വസ്ത്രധാരണത്തെ മോശമായി ചിത്രീകരിക്കുന്ന, എല്ലാ തരത്തിലുള്ള സംസ്കാരങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു സമീപനം നമ്മൾ സ്വീകരിച്ചു വരാറുണ്ട്. അറേബ്യൻ സംസ്കാരമോ ആര്യ സംസ്കാരമോ പാശ്ചാത്യ സംസ്കാരമോ ഒന്നും നമുക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ രീതിയിൽ സ്ത്രീകളെ, അവരുടെ വസ്ത്രധാരണത്തെ, അവരുടെ രീതികളെയൊക്കെ അങ്ങേയറ്റം വിമർശിക്കുന്ന രീതിയിലുള്ള ഒരു പരാമർശം ഫസൽ ഗഫൂർ നടത്തിയിട്ടുള്ളത്. എന്തായാലും ഈ പറഞ്ഞതുപോലെ പലതരത്തിലുള്ള വിമർശനങ്ങൾ അദ്ദേഹത്തിന്റെ ആ പ്രസംഗത്തെ അല്ലെങ്കിൽ അദ്ദേഹം നടത്തിയുള്ള ഈ പരാമർശത്തെ ചൊല്ലി ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട്.